നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് ചിങ്ങക്കൂർ നക്ഷത്രം, അതായത് മകം പൂരമുത്ര നക്ഷത്രം, ഈ നാളുകാരുടെ ഫലത്തെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. അപ്പോൾ പറയണമെങ്കിൽ വിഷമസന്ധിയാണ്. ഈ നാളുകാർക്കേ സന്തോഷാവസ്ഥകളൊന്നുമല്ല. അനവധി കാര്യങ്ങളിൽ വിഷമസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പം. മകത്തിനാണെങ്കിലും പൂരത്തിനാണെങ്കിലും ഉത്രത്തിനാണെങ്കിലൊക്കെ പ്രധാനം അവർക്കും അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതൊരു പ്രധാന ഘടകമാണ്. ഈ മകം പൂരം ഉത്ര നാളുകാർക്കും അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്കും, അതായത് സന്താനങ്ങൾക്കാവാം, മാതാപിതാക്കൾക്കാവാം, ഭർത്താക്കന്മാർക്കാവാം, അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബാധിക്കും. എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ബാധിക്കും. അപ്പോൾ അത് മാനസിക ക്ലേശങ്ങൾ, വിഷമസന്ധികൾ, സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കും ഈ നാളുകാർക്ക്. അതൊരു പ്രധാന ഘടകം. ഇവരിലും പുരുഷന്മാർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. മകം പൂരം ഉത്ര നാളുകാർ പുരുഷന്മാർക്ക് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട് വയറായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. അതൊന്നും അത്യാപത്തിലേക്കും ദോഷത്തിലേക്കും പോവാതിരിക്കാനായിട്ട് ശരിക്കും ശ്രദ്ധിക്കണം. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ പറയുകയാണെങ്കിൽ അനവധി അനാവശ്യമായിട്ട് സാമ്പത്തിക ചിലവുകൾ വന്നു ചേരും. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ അനാവശ്യമായിട്ട് കുറച്ച് കാശ് പോകും. അനാവശ്യ ചിലവുകൾ വന്നു ചേരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വരുന്ന ചിലവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അത് ആവശ്യത്തിനപ്പുറത്തേക്ക് പോവില്ല. അപ്പം അങ്ങനെയൊക്കെ വരാനുള്ള ഒരു സമയമാണിത്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലീവ് എടുക്കുന്ന അവസ്ഥകളും പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരും. അങ്ങനത്തെ ഒരു സമയമാണിത്. മകം പോലും ഇത്ര നാളുകാർക്ക് ജോലിയിലെടുത്ത ആ സ്ഥിരത ഒന്ന് നഷ്ടപ്പെടും. സ്ഥിരമായിട്ട് പോകാൻ സാധിക്കില്ല. ചില ആൾക്കാരുടെ പണികൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകും. ചില ആൾക്കാർക്കാണെങ്കിലുള്ള പണിയിൽ സ്ഥിരമായിട്ട് താല്പര്യത്തോടെ പോകാൻ സാധിക്കില്ല. അതിനെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ അവർ സ്വന്തം മേഖലയാണെങ്കിൽ തന്നെ, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭങ്ങളുള്ള ആൾക്കാരാണെങ്കിലും അവർക്കാണെങ്കിലും ആ സംരംഭത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഒക്കെ ബാധിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ ഒരു സന്തോഷം എന്ന് പറയാനാണെങ്കിലേ ഈ നാളുകാർക്ക് കുറേ കാലങ്ങളായിട്ട് എന്തെങ്കിലും മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് അത് സഫലീകരിക്കാൻ സാധിക്കും. അതൊരു പ്രധാന ഘടകമാണ്. ഇവർക്ക് കുറേ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ളൊരു ആഗ്രഹം അത് സഫലീകരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അതൊരു വലിയ നല്ല കാര്യമാണ്. അതൊരു സന്തോഷസ്ഥിതിയാണ്. പിന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക്, ഈ മകം പൂരം ഉത്ര നാളുകാരിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. അതിനൊരു പ്രത്യേക മനസ്സ് വരും. അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമയമാണിത്. പിന്നെ പറയണമെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഉത്തരനാളുകാർ പൂരനാളുകാർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് ബാധിച്ചിരുന്ന ആൾക്കാരുണ്ട്. അല്പം ദുരിതസ്ഥിതിയിൽ നിന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. ആ രോഗാവസ്ഥയിൽ നിന്ന് അവർ മോചിതരായിട്ട് വരും. അവർക്ക് ചില ഗുണാനുഭവങ്ങളുണ്ടാവും, സന്തോഷാനുഭവങ്ങളുണ്ടാവും. അതൊരു പ്രധാന ഘടകമാണ് ഈ സമയത്തെ. പിന്നെ വിവാഹ കാര്യങ്ങൾ ചിലതൊക്കെ മുടങ്ങാനുള്ള അവസ്ഥകൾ വരും. ഏതെങ്കിലും കാരണവശാൽ നീട്ടിവെക്കുന്ന അവസ്ഥകൾ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചേരും വിവാഹത്തിലേക്ക് ചില ആൾക്കാർക്ക്. പ്രത്യേകിച്ച് പൂരം മകം നാളുകാർക്കാണ് വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാനും അല്പം കൂടെ നീട്ടി വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വിവാഹം നോക്കണ ആൾക്കാർക്ക് അതൊക്കെ വന്നു ചേരും.
അതിനുള്ള സന്ദർഭങ്ങളാണ്. വിവാഹം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നല്ല നല്ല വിവാഹാലോചനകളൊക്കെ വന്നു ചേരും. അതൊക്കെ നടക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ പറയണമെങ്കിൽ ഗൃഹനിർമ്മാണം, മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം അത് പുനരാരംഭിക്കാൻ സാധിക്കും. അതിനുള്ള ഏതെങ്കിലും രീതിയിലൊക്കെ സ്വത്ത് വകകൾ, സാമ്പത്തിക സഹായങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കും. അത് പ്രധാനം ഉത്രനാളുകാർക്കാണ്. ഉത്രം മകൻ നാളുകാർക്കൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഗൃഹനിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ളതും തുടർന്ന് നടത്താനുള്ളതൊക്കെ ആയിട്ട് ഉള്ള ആ സാമ്പത്തിക സഹായങ്ങളെ കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ ഭൂരിഭാഗം പറയുകയാണെങ്കിൽ നാളുകാർക്ക് അല്പം വിഷമസന്ധ്യയാണ്. അതാരും വിഷമിക്കാനില്ല. അതൊക്കെ പ്രാർത്ഥന കൊണ്ടും വഴിപാട് കൊണ്ടൊക്കെ മാറ്റാവുന്നുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതാണെങ്കിലും ഈ നാളുകാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാഹനം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ജോലി കാര്യങ്ങളിലാണെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും വൈകാരികൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ഒരു സമയമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അനവധി ധാരാളം അനാവശ്യ ചെലവുകൾ വന്നു ചേരും. അത് ചുരുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് ഈ മകം പൂരം ഉത്രം നാളുകാർക്ക് നടക്കുന്നത്. പിന്നെ ഇവർക്ക് വഴിപാടുകൊണ്ട് മോചനം കിട്ടുന്നതാണ്. വിഷമിക്കാനില്ല. അനുഭവിക്കുന്ന രോഗാവസ്ഥകൾക്ക് മോചനം കിട്ടാനായിട്ട് മഹാദേവന് ജലധാര, കൂളമാല എന്നീ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും. ധനത്തിന് ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാർ, ധാരാളം ആയിട്ട് ദുർച്ചെലവ് വരുന്ന ആൾക്കാർ, അവർക്ക് ഗണപതി ഭഗവാന് പൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് കഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ വിവാഹാദി കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ കണക്കാനാണെങ്കിൽ അവർക്ക് പാർവതി ദേവിക്ക് അതിമധുര പായസം കഴിച്ച് പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ പാർവതി ദേവിക്ക് വെള്ളപുഷ്പം കൊണ്ട് മാലയോ അർച്ചനയോ കഴിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ സാധിക്കുന്ന വഴിപാട് കഴിച്ച് ഈ ദുരിതമോചനത്തിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അതൊക്കെ മോചനം കിട്ടും, ഒരു സംശയമില്ല. എന്താണെങ്കിലും ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവർക്ക് എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ശുദ്ധനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഒന്നും ശിവായ, ഒന്നും ശിവായ, ഒന്നും ശിവായ.